ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജി ഇബ്രാഹിംകുഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇബ്രാഹിംകുഞ്ഞ് ആശുപത്രിയിൽ തുടരും. കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. ഇന്ന് രാവിലെയാണ് വിജിലൻസ് സംഘം ഇബ്രാഹിംകുഞ്ഞിനെ കസ്റ്റഡിയിലെടുക്കുന്നതിനായി വീട്ടിലെത്തിയത്. തുടർന്ന് വിജിലൻസ് സംഘം സ്വകാര്യ ആശുപത്രിയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. കേസിലെ 5ാം പ്രതിയാണ് മുൻ മന്ത്രി. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഉയർന്ന ഫീസ് നിരക്ക് നിശ്ചയിച്ച വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ. സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകരെ തന്നെ നിയോഗിക്കും. എല്ലാ വർഷവും അഡ്മിഷൻ താറുമാറാക്കാൻ ചില മാനേജ്മെന്റുകൾ ശ്രമിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് 6419 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ കെ ശൈലജ. കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ് ഷാജി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എറണാകുളം 887, കോഴിക്കോട് 811, തൃശൂർ 703, കൊല്ലം 693, ആലപ്പുഴ 637, മലപ്പുറം 507, തിരുവനന്തപുരം 468, പാലക്കാട് 377, കോട്ടയം 373, ഇടുക്കി 249, പത്തനംതിട്ട 234, കണ്ണൂർ 213, വയനാട് 158, കാസർഗോഡ് 109 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. 24 മണിക്കൂറിനിടെ 67,369 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.53 ആണ്. 28 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5576 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 677 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 68 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7066 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 6 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കണ്ടെയ്ൻമെന്റ് സോൺ സബ് വാർഡ് 14, തിരുമുറ്റിക്കോട് 5, അളനല്ലൂർ 19, കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് 2, 3, 4, മണാർക്കാട് 4, തൃശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് 17 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 18 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 587 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോട്ടയം ജില്ലയിൽ 373 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 372 പേർക്കും സമ്പർക്കം മുഖേനയാണ് വൈറസ് ബാധിച്ചത്. സംസ്ഥാനത്ത് പുറത്തുനിന്നെത്തിയ ഒരാൾ രോഗബാധിതനായി. പുതിയതായി 4397 പരിശോധനാ ഫലങ്ങളാണ് ലഭിച്ചത്. രോഗം ബാധിച്ചവരിൽ 163 പുരുഷന്മാരും 160 സ്ത്രീകളും 50 കുട്ടികളും ഉൾപ്പെടുന്നു. 60 വയസ്സിന് മുകളിലുള്ള 58 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. 887 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 4 മരണങ്ങളും ഇന്ന് ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 720 പേർ ഇന്ന് രോഗമുക്തി നേടി. 658 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 209 പേരുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. 19 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇപ്പോൾ 8868 പേരാണ് ജില്ലയിൽ ചികിത്സയിലുള്ളത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.52% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 44,000-ലധികം പേരാണ് രോഗമുക്തി നേടിയത്. ആകെ രോഗമുക്തി നേടിയത് 83,35,000 പേരാണ്. നിലവിൽ 4,46,000-ഓളം കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 38,617 പേർക്കാണ് രോഗം ബാധിച്ചത്. 474 മരണങ്ങൾ കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് ബാധിച്ച് രാജ്യത്താകെ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 1,30,993 ആയി. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,59 ലക്ഷം കവിഞ്ഞു. ഇതിൽ 3,89 പേർ രോഗമുക്തി നേടി. കൊല്ലം ജില്ലയിൽ ഇന്ന് 693 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 2 പേർക്കും സമ്പർക്കം മൂലം 686 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത 2 പേർക്കും 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 577 പേർ രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 988 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 311 പേരാണ്. 43 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3667 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘനത്തിന് 3 കേസും റിപ്പോർട്ട് ചെയ്തു. വയനാട് ജില്ലയിൽ ഇന്ന് 188 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. 76 പേർ രോഗമുക്തി നേടി. 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 157 പേർ സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ.
കോവിഡ് ചികിത്സയ്ക്കായി പ്ലാസ്മ വിവേചനരഹിതമായി ഉപയോഗിക്കുന്നത് ഉചിതമല്ലെന്ന് ഐസിഎംആർ. പ്ലാസ്മ ചികിത്സ സംബന്ധിച്ച് ഐസിഎംആർ നടത്തിയ പഠനത്തെ തുടർന്നാണ് ഈ നിർദ്ദേശം നൽകിയത്. 39 പൊതു സ്വകാര്യ ആശുപത്രികളിലായി പ്ലാസ്മ ചികിത്സയ്ക്ക് വിധേയരായി രോഗമുക്തരായവരെയും അല്ലാത്തവരെയുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇന്നുവരെ ലഭിച്ചത് 82,810 നാമനിർദ്ദേശ പത്രികകൾ. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 64,767 എണ്ണവും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 5,612, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് 664 പത്രികകളുമാണ് ലഭിച്ചത്. 9,865 നാമനിർദ്ദേശ പത്രികകൾ മുനിസിപ്പാലിറ്റികളിലേക്ക് ലഭിച്ചു. 6 കോർപ്പറേഷനുകളിലേക്ക് 1,902 നാമനിർദ്ദേശ പത്രികകളും ലഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 23 ആണ്. തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനം ഉറപ്പാക്കുന്നതിനായി ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്ന് പുറത്തിറക്കിയ കൈപ്പുസ്തകം സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും വിതരണം ചെയ്തു തുടങ്ങി. തെരഞ്ഞെടുപ്പിൽ പരിസ്ഥിതി സൌഹൃദമല്ലാത്ത പ്രചാരണ സാമഗ്രികളും ഡിസ്പോസിബിൾ പാത്രങ്ങളും ഉപയോഗിച്ചാൽ സംസ്ഥാനത്താകെ ഏകദേശം 5,776 ടൺ മാലിന്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പുസ്തകം ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ പ്രതിഫലം വർദ്ധിപ്പിച്ചു. പ്രിസൈഡിംഗ് ഓഫീസർ, കൌണ്ടിംഗ് സൂപ്പർവൈസർ എന്നിവർക്ക് ദിവസം 600 രൂപ വീതം ലഭിക്കും. പോളിംഗ് ഓഫീസർ, കൌണ്ടിംഗ് അസിസ്റ്റന്റ് എന്നിവർക്ക് 500 രൂപ വീതമാണ് ലഭിക്കുക. പോളിംഗ് അസിസ്റ്റന്റിന് 400 രൂപ വീതവും പ്രതിഫലം ലഭിക്കും. ജില്ലാതല മാസ്റ്റർ ട്രെയിനർമാർക്ക് ഒരു സെഷന് 750 രൂപ വീതവും ബ്ലോക്ക് തല ട്രെയിനർമാർക്ക് സെഷന് 500 രൂപ വീതവും ലഭിക്കും. ഇതുകൂടാതെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഫുഡ് അലവൻസായി പ്രതിദിനം 250 രൂപയും അനുവദിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് 8,375 പത്രികകൾ. ജില്ലാ പഞ്ചായത്തിലേക്ക് 140 പത്രികകളാണ് ലഭിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 290 നാമനിർദ്ദേശ പത്രികകളും ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 606 പത്രികകളുമാണ് ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രചാരണം പെരുമാറ്റച്ചട്ടം കർശനമായും പാലിച്ചുകൊണ്ടാവണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായ സാംബശിവറാവു അറിയിച്ചു. സർക്കാർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന പ്രീ പ്രൈമറി അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. സ്വാശ്രയ, അൺഎയ്ഡഡ്, എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ലെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ 3,281 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുങ്ങുന്നത്. കോർപ്പറേഷനിൽ 100 വാർഡും 4 നഗരസഭകളിലായി 147 വാർഡും ജില്ലാ പഞ്ചായത്തിന് 26 ഡിവിഷനുമാണ് ഉള്ളത്. ജില്ലയിലാകെ 73 പഞ്ചായത്തുകളിൽ 1,299 വാർഡുകളും 11 ബ്ലോക്കുകളിലായി 155 വാർഡുകളുമാണ് ഉള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി കെ സ്നേഹ നാമനിർദ്ദേശ പത്രിക നൽകി. കോർപ്പറേഷനിലെ 36ാം ഡിവിഷനായ കിഴുന്നയിൽ നിന്നുമാണ് സ്നേഹ ജനവിധി തേടുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരം ജില്ലയിലേക്ക് 5 നിരീക്ഷകരെ നിയമിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അടിസ്ഥാനത്തിലാണ് നിരീക്ഷകരെ നിയമിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് രൂപീകരിച്ച മോണിറ്ററിംഗ് സെല്ലിന്റെ ആദ്യ യോഗത്തിൽ ലഭിച്ചത് 5 പരാതികൾ. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകളിലേക്ക് ഹിന്ദു വിശ്വാസികളായ പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഓരോ അംഗം വീതവും മലബാർ ബോർഡിലേക്ക് ഹിന്ദു വിശ്വാസികളായ 2 അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നു. ഡിസംബർ 23 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ വടകര സാൻഡ് ബാങ്ക്സ് ബീച്ചിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് ഡിടിപിസി അധികൃതർ അറിയിച്ചു. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് വൈകിപ്പിച്ചത് ലീഗ് സിപിഎം ബാന്ധവത്തിന്റെ ഫലമാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. ഇരു മുന്നണികളും പരസ്പര സഹകരണ സംഘങ്ങളായി പ്രവർത്തിച്ച് അഴിമതി മൂടിവയ്ക്കുന്ന കീഴ്വഴക്കം ബിജെപിയുടെ പ്രക്ഷോഭം ഭയന്നാണ് തിരുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ ഇന്ന് നടന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ മെഗാ അദാലത്തിൽ 55 പരാതികൾ പരിഗണിച്ചു. 15 കേസുകൾ തീർപ്പാക്കി, 5 കേസുകൾ അന്വേഷണത്തിനായി അയച്ചു. 34 പരാതികൾ അടുത്ത അദാലത്തിൽ വീണ്ടും പരിഗണിക്കും. ഒരു പരാതിയിൽ കൌൺസിലിംഗ് നിർദ്ദേശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.